ഹലോ ഫ്രണ്ട്സ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഒട്ടുപോലും ക്രാക്കുകളോ വിള്ളലുകളോ ഇല്ലാത്ത നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് വനില കപ്പ് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ സെയിം മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മലയാളത്തിലും ചില ചാനലിലൊക്കെ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ടെക്നീക്ക് എന്ന് പറയുന്നത് ഒരു 1 ബൗൾ റെസിപ്പിയാണ്. അതായത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചൊരു ബൗളിലിട്ട് ബീറ്റ് ചെയ്ത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കപ്പ് കേക്ക് വളരെ മോയിസ്റ്റ് ആയിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ മുകൾ ഭാഗത്ത് ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. മുകൾ ഭാഗം കൂടുതൽ ഡ്രൈ ആയിട്ട് വരാനും കൂടുതലാണ്. അതുപോലെ തന്നെ ഉൾഭാഗം കുറേ കൂടെ മഞ്ഞ കളർ കുറച്ചും കൂടി എടുത്ത് നിൽക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ അതേ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബീറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ക്രീമിംഗ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് സമയം റൂം ടെമ്പറേച്ചറിൽ വെച്ച അൺസോൾട്ടഡ് ബട്ടറും ഉപയോഗിക്കരുത്. മറിച്ച് കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കണം. വെച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായി വരും. ഇതുപോലെ തൊടുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഷേപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ എപ്പോഴും ബട്ടർ യൂസ് ചെയ്യാവൂ. ഒരുപാട് ഓവറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ കപ്പ് കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കപ്പ് കേക്കിന് ഭയങ്കര ഒരു ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരാൻ പാടില്ല. എൻ്റെ പോലത്തെ സ്റ്റാൻഡ് മിക്സറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പാഡൽ അറ്റാച്ച്മെൻറ്റ്, അതായത് വി ഷേപ്പിൽ വരുന്ന അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ആണെങ്കിൽ സാധാരണ കേക്കിന് ബീറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഏത് അറ്റാച്ച്മെൻ്റ് ആണോ അത് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ആ പാഡൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വലിയ വിസ്കുള്ള അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 125 ഗ്രാം പഞ്ചസാര മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു സ്ലോ സ്പീഡിൽ ഒരു 10-12 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 6 മിനിറ്റോളം മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ നന്നായിട്ട് നല്ല ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ആ മഞ്ഞ കളർ ഉണ്ടല്ലോ ബട്ടറിൻ്റെ, അതൊക്കെ മാറി നല്ല വെളുത്ത കളറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മിക്സിങ് ഈവൺ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്പൂൺ വെച്ചിട്ട് സൈഡിൽ നിന്നൊന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് കൊടുത്ത് ബീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റോളമായി ഇതിൻ്റെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർക്കാം. ഇത് ഓരോന്നായിട്ട് വേണം ചേർക്കാനായിട്ട്. ആദ്യം ഒരു കോഴിമുട്ട ചേർക്കാം. കോഴിമുട്ട നല്ല റൂം ടെമ്പറേച്ചറിലായിരിക്കണേ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചേർക്കരുത്. അങ്ങനെ ഒരു മുട്ട ചേർത്തിട്ട് നമുക്കിതിനെ 1 മിനിറ്റോളം മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത കോഴിമുട്ടയും കൂടെ ചേർക്കുവാണ്. അതും വീണ്ടും 1 മിനിറ്റോളം മീഡിയം ടു മീഡിയം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ചെറുതായിട്ട് പിരിഞ്ഞു പോകണമെന്ന് തോന്നും കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൈദ ചേർക്കുമല്ലോ. അപ്പോൾ മൈദ ചേർത്ത് കഴിയുമ്പം അത് വീണ്ടും നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിനോ ടേസ്റ്റിനോ ഒന്നും സംഭവിക്കില്ല. ഇനി നമുക്കിതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 125 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. പ്രോപ്പറായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പ്രോപ്പറായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുള്ള 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാണ്ട് നോക്കണേ. ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് മതി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചുല അല്ലെങ്കിൽ ഒരു മെറ്റൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് നമുക്കൊരു 10-12 സെക്കൻഡോളം ഒരു ലോ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയമിട്ട് ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് ബീറ്റ് ചെയ്യുവാണെങ്കിലും നമ്മളുടെ കപ്പ് കേക്കിന് ക്രാക്ക് വരും. പിന്നെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 4.5 ടീസ്പൂൺ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാലാണ്. ഒട്ടുപോലും തണുപ്പ് പാടില്ല കേട്ടോ. അപ്പോൾ 4.5 ടീസ്പൂൺ പാലിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഏറ്റവും ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡോളം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇതിൽ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് ക്രീം ചെയ്തിട്ടുണ്ട് ബാറ്റർ. അപ്പോൾ ഒരു മുട്ടയുടെ സ്മെല്ലും കാണില്ല. ഓവറായിട്ട് വനില എസൻസ് ഇതിലോട്ട് ചേർക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റാണ് വരിക. ആ ഒരു ആർട്ടിഫിഷ്യൽ മണമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി എസൻസ് മാത്രമാണ് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. കാരണം ഓവറായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫോം ചെയ്തിട്ടുള്ള എയർ അങ്ങോട്ട് കൊളാപ്സ് ആയിപ്പോയി നമ്മുടെ കപ്പ് കേക്ക് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ സർക്കിൾ ചെയ്തിട്ട്
നടുക്ക് കൂടെ ഒന്ന് ജെൻറ്റിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ സർക്കിൾ കട്ട്, സർക്കിൾ കട്ട്. ഇതുപോലെ കുറച്ച് സമയം, ഒരുപാട് സമയമായിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടുന്ന വരെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് 12 സ്റ്റാൻഡേർഡ് സൈസ് കപ്പ് കേക്ക്സ് ആണ് തയ്യാറാക്കാൻ പറ്റുക. അപ്പോൾ 12 കപ്പ് കേക്ക് ലൈനേഴ്സ് ഞാൻ കപ്പ് കേക്ക് ടിന്നിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്ക് എല്ലാത്തിലും ഈക്വലായിട്ട് ബാറ്റർ ഇട്ട് കൊടുക്കാം കേട്ടോ. 3/4 നിറച്ചെടുക്കണം എന്നില്ല, എന്നാൽ അരേനയിലും കുറച്ചും കൂടെ കൂടുതൽ എടുക്കണം, മനസ്സിലായി? ആ ഒരു രീതിയിൽ വേണം ബാറ്റർ എടുക്കാനായിട്ട്. ഒരുപാട് കൂടുതൽ എടുക്കുവാണെങ്കിലും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടി പോരുതല്ല. പിന്നെ എല്ലാം ഈക്വലായിട്ട് ഒഴിക്കുമ്പോഴായിരിക്കും കാണാനായിട്ടും ഭംഗി ഉണ്ടാവുക. പിന്നെ ഒരേ ടൈമിൽ കുക്ക് ചെയ്ത് കിട്ടാനും അതായിരിക്കും നല്ലത്. 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഓവൻ ടോപ്പ് കോയിലും ബോട്ടം കോയിലും ഓൺ ആയിരിക്കും. മിഡിൽ റാക്കിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഏകദേശം 22 മിനിറ്റ് മുതൽ 26 മിനിറ്റ് വരെയായിരിക്കും ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇനിയിപ്പോൾ തീരെ ചെറിയ കപ്പ് കേക്കൊക്കെ ആണെങ്കിൽ 22 മിനിറ്റിൽ തന്നെ അത് മിക്കവാറും ബേക്കായി കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കുമ്പോഴും അതിൻ്റെ നടുക്ക് ഇങ്ങനെ ക്രാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടോ ഒന്ന് ഓവൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കൈ പൊള്ളാണ്ട് സൂക്ഷിച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് തിരിച്ച് സ്പ്രിംഗ് ബാക്ക് ചെയ്യേണ്ടോ നോക്കാം. സ്പ്രിംഗ് പോലെ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് ടൈം. അങ്ങനെ ബേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബേക്കിംഗ് ടിന്നിൽ തന്നെ പുറത്തെടുത്ത് വെച്ച് ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്തോട്ടെടുത്ത് വെക്കാവൂ. അതിനുശേഷം നന്നായിട്ട് തണുക്കണേ. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, ഒരു ക്രാക്കില്ല, വിള്ളലുകളില്ല. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ലുക്കിലും അതേ ഫിനിഷിലാണ് നമുക്ക് ഈ കപ്പ് കേക്ക്സ് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. കണ്ടില്ല എന്തൊരു സോഫ്റ്റാണ് നോക്ക്. ഇനി ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് അങ്ങനെ മഞ്ഞ കളറൊന്നുമില്ല, നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മുകളിലിടാനുള്ള ബട്ടർക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി എൻ്റെ കയ്യിലുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.